എന്നെ കേൾക്കുന്ന ദൈവപിള്ളകളെ, ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവ പൈതലിനെ ഞാൻ വിടുന്നു. ഒരു പിള്ള, അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, ഇന്ന് ഭൂമിയിൽ പിറക്കുന്ന നാൾ മുതൽ അവനുടെ പ്രയാണം തുടങ്ങുകയാണ്. അത് എങ്കെ അഗ്നിയിലേക്ക് താൻ. വാസിക്കലാം. യോവാൻ എഴുതിയ സുവിശേഷം 3-ാം അധികാരം 16 മുതൽ 18 വരെ. വാസികൾ യോവാൻ 3:16 മുതൽ 18 വരെ. ഓക്കേ, സ്തോത്രം. മൈക്കിൽ കൂടെ വാസിക്ക മുടിയുമോ? தம்முடைய ஒரே பேரான குமாரனே விசுவாசிக்கிறவன் எவனோ அவன் கெட்டு போகாமல் நித்திய ஜீவனை அடையும்படிக்கு அவரை தந்தருளி இவ்வளவாய் உலகத்தில் அன்பு கூர்ந்தார். உலகத்தை ஆக்கினைக்குள்ளாக. ഈ വചനത്തെ നല്ല പുരിഞ്ചുകൊള്ളണം എൻ പിള്ളകളെ. യേശപ്പാവേ ഈ ഭൂമിയിലേക്ക് പിതാവാകിയ ദൈവം തന്നരുളിയത് ഉലകത്തെ രക്ഷിക്കുവதற்கு എന്ന് താൻ ഇങ്ങനെ ചൊല്ലുகிறது. അതിനുடைய അർത്ഥം இந்த உலகம் നാശത്തിലേക്ക് താൻ പോയിട്ടിരിക്ക. നാശത്തിലേക്ക് പോകണവർക്ക് താൻ രക്ഷിപ്പ്. കൈ ഉയർത്തി ഹല്ലേലൂയ. കീഴെ വാസികൾ ശീക്രമാ. உலகத்தை ஆக்கினைக்குள்ளாக தீர்க்கும்படி தேவன் தம்முடைய குமாரனை உலகத்தில் அனுப்பாமல் அவராலே உலகம் ரட்சிக்கப்படுவதற்காகவே அவரை அனுப்பினார். ஹல்லேலூயா. அப்ப உலகம் தீயில் போக கூடாது. യേശുവാലേ ഉലകத்துக்கு രക്ഷിപ്പ് മീൾപ്പ് വരണം. അതുക്കായി യേശുവേ അനുപ്പിവിട്ടത്. കീഴെ വാസികൾ അവരെ വിശ്വസിക്കുന്നവൻ ஆக்கினைக்குள்ளாக தீர்க்கப்படான். விசுவாசியாதவனோ தேவனுடைய ஒரே பேரான குமாரனுடைய நாமத்தில் விசுவாசம் உள்ளவனாய் இராதபடியினால் அவன் ஆக்கினை தீர்ப்புக்குட்பட்டாயிற்று. ஸ்தோத்திரம். இந்த வசனத்தை நல்லா புரிஞ்சு கொள்ளணும். இயேசு கிறிஸ்துவே இந்த உலகத்தில் அனுப்பிவிட்டது இந்த உலக அக்னிக்காய் வேർതിരിക്കപ്പെട്ടിരിക്കുന്നത്. அந்த அக்னியில் ആമൻ മക്കൾ ആരും പോയി വീഴക്കൂടാതെ അതുക്കായി യേശുവെ ഉലകത്തിൽ അനുപ്പി തൻ കടൈസി ചൊട്ട് രക്തം വരയ്ക്കും കാൽവറി സിലുവയിൽ പിതാവ് ഊറ്റി ആമൻ കൊടുക്കുവதற்கு അനുമതി കൊടുത്തു. കൈ ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന പിള്ളകളെ, കേവലം இந்த ഉലകത്തിൽ യഥാതൊരു നന്മയെ കൊടുക്കുവதற்கு മറ്റുമാണ് ദേവകുമാരൻ മരിക്ക വേണ്ടിയിരുന്നില്ല. ചേർന്ന ദൈവനക്ക് മഹിമയെ കൊടുക്കാം. അവനുടെ രക്തം യാരും അഗ്നിക്കുള്ളേ പോകക്കൂടാതെ അതുക്കായി താൻ அந்த രക്തത്തെ നമുക്കായി ഊറ്റുന്നത്. സ്തോത്രം. അതുകൊണ്ട് യേശുവെ രക്ഷിതാവായി ഏറ്റുകൊള്ളാമലിരിക്കും അത്തനെ പേരും അവരുടെ പ്രയാണം നരക അഗ്നിയിലേക്ക് താൻ. தேவப்பிள்ளைகளே, இந்த பிரயாணத்தின் மத்தியத்தில் ஊழியர்களை தேவன் அனுப்பிவிடும். ട്രാക്റ്റുകൾ ഉങ്ങളുടെ കയ്യിൽ കർത്തർ തര വയ്ക്കും. ബൈബിൾ തര വയ്ക്കും. ഓൺലൈൻ മീഡിയകൾ മൂലം, സോഷ്യൽ മീഡിയ മൂലം, TV മൂലം, യൂട്യൂബ് മൂലം, കമ്പ്യൂട്ടർ മൂലം, സ്തോത്രം അല്ല വിട്ടാൽ ആമൻ இந்த പബ്ലിക്കായി പരസ്യ കവലകളിൽ ഊഴിയர்கள் കൊടുക്കും ചെയ്തികൾ മൂലം, സഭ ആരാധനകൾ മൂലം, ജ്ഞാനസ്നാന കൂട്ടം, എന്തിന് ഇറന്നു പോണ വീട്ടിൽ കൂടെയും ചൊല്ലപ്പെടുகிறது സുവിശേഷം. കൈ ഉയർത്തി ഹല്ലേലൂയ. இறந்து போன வீட்டில் அடக்க ஆராதனை நடக்கும்போது ஊழியர்கள் இப்படி சொல்லுவாங்க, இந்த அடக்க ஆராதனை இறந்து போன വ്യക്തിക്കല്ല ഉയിരോട് ഇരിക്കുന്ന നമുക്കായി. அப்படிதான் சொல்லுகிறது. കൈ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. അവിടുത്തെ ഞാൻ ചൊല്ലണ വാർത്ത, ഒരു മനുഷ്യൻ இந்த ഭൂമിയിൽ പിറക്കുമ്പോഴേ അവനുടെ പയണം തുടങ്ങുന്നത് എങ്കേ അഗ്നി നരകത്തിലേക്ക്. ആനാ அந்த അഗ്നി നരകത്തേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതിനുടെ ഇടയിൽ ദേവൻ അവനുക്ക് വായ്പയെ ഒരുക്കും. അഗ്നിയിൽ നിന്ന് തപ്പു വെക്കുന്ന സുവിശേഷം കേൾക്കുവതற்கு. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതിനാണ് ഉപവാസ ജപം, കൺവെൻഷൻ കൂട്ടം, പരസ്യയോഗത്തിലെ ചെയ്തികൾ, ട്രാക്റ്റുകൾ എല്ലായിടവും കൂട്ടം നടക്കുന്നത്. അതുക്ക് താൻ അത് ദേവൻ നിയോഗിച്ചു വെച്ചത്.
ഞാൻ இப்படி நினைக்கல. நீங்க ஒரு சிலர்களெങ്കിലും நினைக்குமாയിരിക്കും, எதுக்கு ഈ ஊழியக்கார் പബ്ലിക് കവലകളിൽ നിന്ന് മനം തിരുമ്പങ്ങൾ എന്ന് പേസണത് എന്ന്. കർത്തർ അവർക്ക് കൊടുത്ത ഊഴിയം താനത്. ഞാൻ എപ്പോഴും അവരെ ബഹുമാനിക്കുക. എന്നെ വിട ചെയ്യണത് അവര്. ഞാൻ എങ്കിയാകിലും പോകുമ്പോൾ എനിക്ക് വണ്ടിക്കൂലി തരണു, നല്ല சாப்பாடு തരണു, ഒന്നുക്കും കുറവില്ല. ആനാ അപ്പടിപ്പെട്ടവർക്ക് யாரும் மேடை கொடுக்கல, அவருக்கு பஸ் ஃபேர் யாரும் கொடுக்கல, சாப்பாடு கொடுக்கல. ஏன் அவர் இந்த மாதிரி பேசினது? அது தேவன் கொடுத்த பாரம். കൈ ഉയർത്തി ദേവനുക്ക് മഹിമയെ കൊടുക്കാം. സ്തോത്രം. അപ്പോഴത് ഞാൻ ചൊല്ലുகிறது, ഈ ഉലകത്തിൽ ഒരു പിള്ള പിറന്ന് അവനുടെ ശവക്കുഴിക്ക് മുമ്പ് അവൻ തപ്പിക്കുവതற்கு രക്ഷിപ്പിൻ സുവിശേഷം കേൾക്കുവതற்கு കർത്തർ വായ്പയെ തുറക്കും. ഹല്ലേലൂയ. அந்த സുവിശേഷം കേൾക്കുമ്പോൾ യേശുവെ രക്ഷിതാവായി ഏറ്റുകൊണ്ടാൽ നരകത്തിലേക്ക് പോകുന്ന പ്രയാണം യൂട്ടേൺ എടുത്ത് പരലോകത്തിലേക്ക് യാത്ര തുടങ്ങും. കൈ ഉയർത്തി ഹല്ലേലൂയ. இந்த വചനത്തെ നല്ല പുരിച്ചുകൊൾ. യേശുവെ ഏറ്റുകൊള്ളാത്ത പിള്ളകൾക്ക് അഗ്നി തീർപ്പ് വാരും. അപ്പടിയല്ല, അഗ്നി തീർപ്പുൾപ്പെട്ടായിച്ച്. അതിന് മലയാളത്തിൽ പറഞ്ഞ സ്തോത്രം, യേശുവെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർക്ക് ശിക്ഷാവിധി വരും, ന്യായവിധി വരുമെന്നല്ല, വന്ന് കിടക്കുക. സ്തോത്രം. ഇന്ന് മരിച്ചാൽ പോണത് തീയിലേക്കാ. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ യേശുവെ രക്ഷിതാവായി ഏറ്റുകൊള്ളുന്ന അന്ത സെക്കൻഡ് മുതൽ അവനുടെ പയണം പരലോകത്തിലേക്ക് തുടങ്ങും. അതൊക്കെ 2 വചനം ശീഘ്രമായി വാസിക്കുന്നത് നല്ലതായിരിക്കും. ആമേൻ. നീതിമൊഴികൾ 15-ാം അധികാരം 24-ാമത് വചനവും യോബ് 28:5. നീതിമൊഴികൾ 15-ാം അധികാരം 24-ാമത് വചനം. ശീഘ്രമാ. മൈക്ക്. അയ്യോ, അതേ വിട ശബ്ദം അവർക്കുണ്ടായിരുന്നല്ലോ. ചില ശബ്ദത്തിൽ വായിക്കുമോനെ. കീഴാന പാതാളത്തെ വിട്ട് വിലകുംപടി വിവേകിക്ക് ജീവവഴിയാണത്. இந்த വചനത്തെ നല്ല പുരിച്ചുകൊൾ. കീഴാന പാതാളത്തെ വിട്ട് വിലകുംപടി വിവേകിക്ക് ജീവവഴിയാണത്. അപ്പൊ മനസ്സിലായോ? ഒരുവൻ രക്ഷിക്കപ്പെടുന്ന ആ ടൈം മുതൽ അവന്റെ യാത്ര പരലോകത്തേക്ക് തുടങ്ങും. അതുകൊണ്ടാണ് പണ്ട് അപ്പച്ചന്മാര് പാടിയത്, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ. ഓ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ. കാറ്റിനെയും ഓ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ഓ എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശ. ഓ അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ഓ അക്കരയാണ് എന്റെ അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. നമ്മുടെ കൈ ഉയർത്തി ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെടുന്ന ആ സ്പോട്ടിൽ നരകത്തിയിലേക്കുള്ള പയണത്തിൽ നിന്ന് യൂട്ടേൺ അവൻ മേലേക്ക് യാത്ര തുടങ്ങും, നിത്യ വീട്ടിലേക്ക്, സ്വർഗ സിയോനിലേക്ക്. മനസ്സിലാകുന്നവർ കൈ ഉയർത്തി ഹല്ലേലൂയ. അതുതാൻ യോബിനുടെ പുസ്തകം 28-ാം അധികാരം 5-ാമത് വചനത്തിൽ പിടിച്ചൊല്ലപ്പെടുகிறது. വാസികൾ
യോബ് 28:5. ഭൂമിയിന്മേൽ ആകാരം വിളയും, അതൻ കീഴിടങ്ങളിൽ ഇരിക്കുന്നവകളോ അക്കിനിയാൽ മാറിനത് പോലിരിക്കും. കണ്ടോ, ഭൂമിയിൽ ഇരുന്ന് നമ്മൾ ഇറച്ചിയും മീനും മുട്ടയും ഓംലേറ്റും മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുക, മാമ്പഴം പറിച്ച് തിന്നുന്നു, ചക്കപ്പഴം തിന്നുന്നു, തണ്ണിമത്തൻ കഴിക്കുന്നു, ഭൂമിയിലിരുന്ന് ആകാരം വിളയുന്നു. ആനാ അതിലൂടെ കീഴിടങ്ങൾ അഗ്നിയാൽ തിളക്കിയ ആ അഗ്നിയിലേക്ക് രക്ഷിക്കപ്പെടാത്തവൻ പോണേ. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സോ ഓരോ ബർത്ത്ഡേ നമ്മളിങ്ങനെ കേക്കൊക്കെ ഇങ്ങനെ പലരും വെട്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷ. എൻ പിള്ളയ്ക്കൊരു ആണ്ടുകൂടെ കർത്തർ കൊടുത്തു, ഒരു പുതിയ വയസ്സ് കൂടെ കൊടുത്തു. ഉണ്മയിലെ ചൊല്ലട്ടെ, ഓരോ ബർത്ത്ഡേ കഴിയും തോറും ആമൻ ഒരു പുതിയ വയതല്ല, ശവക്കുഴിയോട് ഒരാണ്ടുകൂടെ അടുത്തു. അത് താൻ ഉണ്മ. കല്ലറയോട് ഒരാണ്ടുകൂടെ ശീഘ്രമായി അടുത്തു. അത് പേസിയിട്ട് അത്ര. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ഒരു മനുഷ്യൻ 100 വയത് വരയ്ക്കും இந்த ഉലകത്തിൽ வாழ்ந்தால் കൂടെയും അവനക്ക് 36,500 ദിവസം മട്ടും കിടക്കും. എவ்வளவோ ആണ്ടല്ല, 36,500 ആ മാതമല്ല, 36,500 വാരമല്ല, പിന്നെ ദിവസം. കൈ ഉയർത്തി ദൈവത്തിന് മകത്. ഇങ്ങനെ ഇരിക്കുന്ന ഭൂരിഭാഗവും 40 കഴിഞ്ഞവരാ, 40, 50 കഴിഞ്ഞവരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി തീർന്നു. 18,000 ദിവസം മുടിഞ്ഞു. ഇനി നിങ്ങളിവിടെ എത്ര മസല് പിടിച്ചാലും 18 കഴിയുമ്പം ടാറ്റാ പറഞ്ഞ് കുഴിയിൽ പോവും. ആമേൻ, സ്തോത്രം. പോക വേണ്ടിയവർ തന്നെ. ഹല്ലേലൂയ. പുരിഞ്ചരിച്ചാ ഞാൻ പേസുகிறது. കൈ ഉയർത്തി ഹല്ലേലൂയ. 40, 50 കഴിഞ്ഞ ആമൻ പേരാ ഇവിടെ ഇരിക്കുന്നേ. ഇനി 100 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചാൽ 18,000 കിട്ടും. 75 തികച്ചാ ഭാഗ്യം. കൈ ഉയർത്തി ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ ടാറ്റ പറഞ്ഞ് പോണം. അതുകൊണ്ട് മസലൊന്നും പിടിച്ചിരിക്കരുത്. കർത്തരുടെ സമൂഹത്തിൽ വരുമ്പോൾ വിട്ടുകൊടുത്ത് അങ്ങ് ആരാധിച്ചേക്കണം. ഇത് പുളു തിന്നുന്നതിന് മുമ്പ്. മനസ്സിലായവർ കൈയെ അടിച്ച് കർത്തർക്ക് റിബല കിടക്കും. അതിക്ക് മുമ്പ് ഇവിടെ നിന്ന് പോണം. അവൻ ആവിയിൽ നിറഞ്ഞു പോ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഹർഷപ്രഭാനബൽ ഘമസി ആന്ധരേ വൈഡൽ ഭ്രമണബൽ ഘമസി ആധുര വേദ പ്രഭാനബലബ. യേശുവിന്റെ നാമത്തിൽ പോ. ഒരു നബർ കൂടെ അണിഞ്ഞു പോക കൂടാതെ പോ. അത്തന പേര് മുഹമ്മദ് സമൂഹത്തിൽ വേണമാണ്ടവരെ. മനക്കണ്ണുകളെ തുറക്കപ്പോ. ഹല്ലേലൂയ. കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് അപ്പച്ചന്മാര് മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരി, നിത്യ വീട്ടിലേക്ക് ഞാൻ പോണമെന്നൊക്കെ അവൻ അപ്പച്ചന്മാർ പാടിയത്. സ്തോത്രം. അതുകൊണ്ടാണ്. അപ്പോൾ ദൈവകുഞ്ഞുങ്ങളെ, ഒരുവൻ യേശുവെ രക്ഷിതാവായി ഏറ്റുകൊള്ളുന്ന ടൈം മുതൽ പയണം തുടങ്ങും. എങ്കിൽ പരലോകത്തേക്ക് നിത്യ വീട്ടിലേക്ക് പയണം തുടങ്ങും. സ്തോത്രം. ഈ പയണത്തെക്കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യം ഓടിച്ച് പറയാം. സ്തോത്രം. എന്നോട് വീട് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഇടത്ത് താൻ. നേറ്റിക്ക് മുന്തിന നാളും ഞാൻ അങ്ങേ ഇരുന്നത്, നേറ്റിൽ കാലയിൽ താൻ വന്നത്, നേറ്റിൽ ഇനി ഒരു കൂട്ടം നെയ്യാറ്റിങ്കര പകുതിയിലിരുന്നത്, ഇന്നിനി വള്ളിയൂർക്ക് പോകണം, അതൊക്കെ താൻ വന്നത്. അപ്പോഴത്തെ ഞാൻ എപ്പോഴും വാരത്തിൽ ഒരു നാളാകിലും മിക്കവാറും അങ്ങനെ എറണാകുളത്ത് എൻ വീട്ടിലേക്ക് പോകുവതുണ്ട്. ഇங்கே ഇരുന്ന് കിട്ടത്തട്ടെ ഒരു 280 കിലോമീറ്റർക്ക് മേലെ ഇருக்கு. 300 കിലോമീറ്റർ ഇருக்கு ഇங்கே ഇരുന്ന് എന്നോട് വീട്ടിലേക്ക്. അപ്പോഴത് ഞാൻ ഈ പയണം പണ്ണുമ്പോൾ അല്ലെങ്കിൽ പ്രയാണം ചെയ്യുമ്പോൾ ഞാൻ കണ്ട ചില കാര്യങ്ങൾ ഉங்களிடത്തിൽ പറയാം. അപ്പോൾ ഉങ്ങളുടെ ഒരു വീട് இந்த மாதிரி എറണാകുളത്തുണ്ടെന്ന് നിനക്ക്, ഉങ്ങളുടെ ഉറ്റോറുകളുടെ ഉടയോറുകളുടെ അല്ല വിട്ടാൽ ഉങ്ങളുടെ ഇനിയൊരു വീട് இந்த மாதிரி എറണാകുളത്ത് ഇരിക്കുന്നത് നിനക്ക്. അപ്പൊ കിട്ടത്തട്ട 300 കിലോമീറ്റർ പ്രയാണം ചെയ്യണം അങ്ങേ ചെല്ലുവതற்கு. അപ്പൊ കാലയിൽ 5 മണിക്ക് എളുമ്പി തായ് തഴപ്പനും കണവൻ മനവിയും പിള്ളകളും ഒരു കാറെ വിളിച്ച് ഒന്നായി കാർക്കുള്ളേ പ്രയാണം ചെയ്യുക. ലക്ഷ്യം നോക്കം എറണാകുളം വീട്ടിൽ ചെല്ലുക. എത്ര മണിക്ക് പ്രയാണം തുടങ്ങി? 5 മണിക്ക്. ഇங்கே ഇരുന്നൊരു 3 മണിക്കൂറൊക്കെ ഡ്രൈവ് പണിനാ, 3-3.5 മണിക്കൂറൊക്കെ ഡ്രൈവ് പണിനാ അടൂർ MC റോഡ് അന്ത റൂട്ടാ പോണെങ്കിൽ അടൂർ എന്ന് പറയുന്ന ഒരു ഇടം എത്തുമ്പോൾ ഒരു പകുതി വഴിയാകും. അടൂർ എത്തുമ്പോൾ എത്തന വഴി ഒരു ഹാഫ് വേ ആകും, കൊട്ടാരക്കര താണ്ടി. അപ്പൊ ദൈവപിള്ളകളെ, നമ്മൾ ഫാമിലിയോട് ചേർന്ന് പ്രയാണം ചെയ്യുമ്പോൾ എപ്പോഴാകിലും 2-3 മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ
നാം എങ്കെയെങ്കിലും നിർത്തി ഒരു ചെറിയ ടീ കുടിക്കുവതற்கு, മുഖം കഴുകുവതற்கு, கொஞ்சம் ரெஸ்ட் எடுக்குவதற்கு നാം നിർത്തുവതുണ്ട്. അപ്പോ இந்த மாதிரி നാം അടൂർ ഹൈവേയുടെ പക്കത്തിലൊരു നല്ല ഹോട്ടലെ കണ്ടു, ജ്യൂസ് ഷോപ്പെ കണ്ടു, നല്ല തണൽ, കാർ പാർക്കിംഗ് നിറയെ ഇടം. അപ്പൊ നാം അങ്ങേ വണ്ടി നിർത്തി, കാർ നിർത്തിയിട്ട് നാം വെളിയെ ഇറങ്ങി, ജ്യൂസ് വേണ്ടവർ ജ്യൂസ് കുടിക്കുന്നു, ടീ വേണ്ടവർ ടീ കുടിക്കുന്നു, മട്ടൻ ബിരിയാണി കളിക്കേണ്ടവർ അത് കളിക്കുന്നു. അങ്ങേ പാർക്കെല്ലാം ഇருக்கு, പിള്ളകൾ അന്ത പാർക്കിലെല്ലാം ഏടി വിളയാടിയിട്ട് നടക്കുന്നു, ഐസ്ക്രീം ഒക്കെ കുടിക്കണു, നല്ല ഇടം, നല്ല ചാപ്പാട്, നല്ല റെസ്റ്റ്. ഇപ്പൊ പിള്ളേര് ഈ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ആ പാർക്കിലൊക്കെ ഇങ്ങനെ ഊഞ്ചലിലൊക്കെ ആടി അങ്ങനെ സന്തോഷപ്പെട്ട് വന്നപ്പം അവർക്കങ്ങ് ത്രില്ലായി. അവര് ഓടി വന്ന് നമ്മളെടുത്ത് പറയാ, അപ്പ അമ്മ നല്ല ഇടം, നമുക്ക് എറണാകുളം പോക വേണ്ട, ഇങ്ങേ തങ്കല. സ്തോത്രം. അപ്പടി ചൊല്ലിനാ നോക്കമിരിക്കുന്ന തായ് തളപ്പന്മാർ എന്നെ ചൊല്ലിക്കൊടുക്കും, പിള്ളകളെ നാം വീട്ടിലിരുന്ന് കിളമ്പിയത് ഇങ്ങേ ഇരുന്ന് ബിരിയാണിയെ കഴിച്ചു ഊഞ്ചലാടി ആമൻ ഐസ്ക്രീം നുണഞ്ഞ് ഇരിക്കുവതற்കല്ല മക്കളെ, നമുക്കൊരു നോക്കമിருக்கு, എറണാകുളം വീട്ടിലെത്തണം. പുരിഞ്ചവർക്ക് കൈ ഉയർത്തി ഹല്ലേലൂയ. പിള്ളകളെ ഇപ്പോഴത്തെ ഈ സുഖത്തെ ആമൻ ആസ്വദിച്ച് നീങ്ക ഈ ഐസ്ക്രീം നുണഞ്ഞ് പാർക്കിലെ ഇപ്പോഴത്തെ സുഖത്തെ ആനന്ദിച്ച് ഇങ്ങേ തങ്കിന കൊഞ്ച മണിക്കൂർ കളിയുമ്പോത് താണ്ടുമ്പോത് ഹോട്ടൽ ടൈം മുടിയും, അവർ ഗേറ്റ് പൂട്ടും, നമ്മെ വെളിയെ തള്ളും, നമ്മൾ പെരുവഴിയിലാകും, എത്ത വേണ്ടിയെടുത്ത് എത്തവും മുടിയാതെ. അതിനാൽ ഈ കൊഞ്ച ടൈമിലുള്ള ഇളൈപ്പാറുതലിൽ നമ്പി ഇരിക്ക കൂടാതെ ശീഘ്രമായി വീട്ടിലെത്തണം. ചൊല്ലിക്കൊടുക്കുമാ കൈ ഉയർത്തി ഹല്ലേലൂയ. നോക്കമിരിക്കുന്നവർ ചൊല്ലിക്കൊടുക്കും ഹല്ലേലൂയ. അപ്പടിയാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ നിത്യ വീട്ടിലേക്കുള്ള പ്രയാണികൾ സിയോനിലെത്തണം. അതുതാൻ നമ്മുടെ നോക്കം. ഞാൻ പേസണത് പുതിയവർ കൈ ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ നിത്യ വീടെങ്കിൽ പരലോകത്തിൽ ഇല്ലയാ. സ്തോത്രം. അതുക്ക് താൻ വെളിപ്പെടുത്തുന്ന വിശേഷം 21 അധികാരം 1-2 ശീക്രമാ പഠിയെങ്കിൽ ശബ്ദമുയർത്തി മൈക്കല്ലേ. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഓക്കേ, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. എന്റെ പ്രിയ കുട്ടികളെ, ഈ ഭൂമിയിലുള്ളതൊന്നും നമുക്ക് സ്വന്തം അല്ല. പുരിഞ്ചവர்கள் കൈ ഉയർത്തി ഹല്ലേലൂയ. ഇവിടെയുള്ള 5 മാടി വീടും കാറും കൊട്ടാരങ്ങളും ഒന്നും വേണ്ടെന്ന് ഞാൻ ചൊല്ലല്ല. സ്തോത്രം. ആന അതൊന്നും നമുക്ക് സ്വന്തമല്ല. ഇട്ടിട്ട് പോണം. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കീഴവാസികൾ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഇത് പോയി, ഇത് പോവാനുള്ളതാ. സ്തോത്രം. അതുകൊണ്ട് ഇതേ നമ്പി ഇരിക്കരുത്. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. കീഴവാസികൾ സമുദ്രം പോലും ഇനി ഇല്ല. പുതിയ യെരൂശലേം, അതാ സ്വർഗീയ സിയോൻ. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഒരുക്കമായി ഇവിടെ നടക്കുന്നത്. ഈ ആരാധന, പ്രാർത്ഥന, ജപം, ഉപവാസം, മനംതിരുമ്പൽ, പാപങ്ങൾ ഏറ്റുപറച്ചൽ, അറുക്കയിട്, അഭിഷേകം, ഇതൊക്കെല്ലാം ഒരുക്കമാണ്. കൈ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം. എங்கே പോകുവതற்கு, പരലോകത്ത് പോകുവതற்குള്ള ഒരുക്കം. അതിനാ അടിക്കടി ഉപവാസം, ജപം. കർത്തറിനിടത്തിൽ ചൊല്ലിയത് ഉണ്ണെ ഞാൻ അഭിഷേകം പണിനതും അതുക്കായി. കൈ ഉയർത്തി ഹല്ലേലൂയ. നീ പോകേണ്ടിടത്തെല്ലാം ഇത് പേസണം. സന്തോഷമുള്ളവർ കൈ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. അത് നിറയെ ഇருக்கு. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ദൈവ കുഞ്ഞുങ്ങളെ, നാം രക്ഷിക്കപ്പെടുമ്പോൾ, ജ്ഞാനസ്നാനം എടുക്കുമ്പോൾ, പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റുകൊള്ളുമ്പോൾ, തിരുവിരുന്നെടുക്കുമ്പോൾ, ചർച്ചാരാധനയ്ക്ക് വരുമ്പോ നമ്മുടെ നോക്കം നിത്യ വീട്ടിൽ ചെല്ലണം. അതില്ല. അപ്പൊ തമിഴിലും പാട്ട് എടുക്കല്ലേ, ഇമയേസു രാജാവേ നാൻ ഓ മഹിമയിൽ അവരോട് வாழ்ந்தால் போதும். ഓ ഇമയേസു രാജാവേ നാൻ பார்த்தால் போதும். மகிமையில் அவரோடு நான் வாழ்ந்தால் போதும். நித்தியமாய் மோட்ச வீட்டில் சேர்ந்தால் போதும். நித்தியமாய் மோட்ச வீட்டில் சேர்ந்தால் போதும். ஓ ஹல்லேலூயா கூட்ட
കൂട്ടത്തിൽ നാം മഹിഴ്ந்தாൽ പോതും. കൈ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുക്കാം. എറണാകുളം വീട്ടെ നോക്കം വെച്ച് പോകുമ്പോത് അടൂരിൽ കിടച്ച മട്ടൻ ബിരിയാണിയും ജ്യൂസും എല്ലാം ഇളൈപ്പാറുതൽ. അതല്ല നോക്കം. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. இந்த உலகத்தில் രക്ഷിക്കപ്പെട്ടൊരു ദേവപിള്ളை പരലോകത്തെ നോക്കി പ്രയാണം பண்ணும்போது இங்கே கிடைக்கும் 2 மாடி வீடு, உனக்கு கிடைக்கும் வியாதிகளில் நின்னுள்ள சுகம், ஆமென், வெளிநாட்டுக்குள்ள விசா, ஆமென், இந்த உலகத்திலே அத்தனை ஆசீர்வாதம், அக்கவுண்ட் பேலன்ஸ், இதெல்லாம் இளைப்பாறுதல் மட்டும். அதை நம்ப கூடாது. நம்பிக்கை அந்த வீட்டில் இருக்கணும். புரிந்தவர்கள் கையை அடிச்சு அல்லேலூயா. அந்த நம்பிக்கை இல்லாமல் போனால் அக்கினி தீர்ப்புதான் முடிவு. அல்லேலூயா. ஆ ஷபா லகதே ஜூடாலவ துரானவலவ. அந்த அக்கினியில் நீ சென்று சேரக்கூடாது. அதுக்கான அபிஷேகம். நல்லா புரிஞ்சவர்கள் கையை உயர்த்தி ஹல்லேலூயா. இந்த தரிசனம் பிள்ளைகளை உங்களுக்கு கிடைக்குமானா? ஒரு சின்ன மொபைல் இருந்தாலும் நீங்க குறை சொல்லலாம், எனக்கு அது போதும். உங்களோட கூட உள்ள பிள்ளைகளுக்கு பெரிய 10,000 20,000 ചുരിദാറൊക്കെ இருக்கும், உனக்கு 500 ஆயிருக்கும். ஆனாலும் நீ திருப்திப்படும். என் வீடு இதல்ல. கை உயர்த்தி தேவனுக்கு மகிமை கொடுக்க. உன்னோடு கூட இருக்கிற அநேகருக்கு 10 மாடி வீடு இருக்கும், ஆனா உனக்கு ஒரு சின்ன குடிலாயிருக்கும், ஒருவேளை சாணகம் மெழுகிய தரை, ஆனாலும் இந்த திருப்தி அடையும். என் வீடு இதல்ல. கை உயர்த்தி தேவனுக்கு. இந்த தரிசனம் இல்லாமல் போனால் மக்களே நித்திய வீட்டில் சென்று சேர முடியாது. கை உயர்த்தி கர்த்தருக்கு மகிமையை கொடுக்கலாம். எர்ணாகுளம் வீட்டுக்கு பிரயாணம் செய்யும் போது வழி எல்லாம் நல்லதல்ல. இங்கே இருந்த எர்ணாகுளம் வரை 300 கிலோமீட்டர் பக்கா ஹைவே ஒன்றும் அல்ல. நிறைய குழிகளும் குண்டுகளும் கஷ்டங்களும் இருக்கு அந்த பயணத்தில். அல்லேலூயா. நான் எர்ணாகுளத்தை லட்சியம் வச்சு போகும்போ தெய்வ பிள்ளைகளே, நான் போன பயணம் செய்யற பாதைகளில் குழி இருக்கு, குண்டு இருக்கு, போன இடங்களில் சில பிளாக்குகள் இருக்கு. இதெல்லாம் இருந்தாலும் நான் திரும்பி போறல. நோக்கம் எர்ணாகுளமானா தாண்டி ஓடுவேன். കൈ ഉയർത്തി ദേവനക്ക് മഹിമയെ കൊടുക്കാം. സ്തോത്രം. സിഗ്നലുകൾ ചിലപ്പോൾ റെഡ് ആയിരിക്കും. നമ്മൾ തിടീന്ന് ചെല്ലുമ്പോൾ ആ റെഡ് സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യണം. അയ്യോ, സിഗ്നൽ സ്റ്റോപ്പ്, തിരുമ്പി പോകല. അപ്പടി ആരും പോകല. ലക്ഷ്യം എറണാകുളമാണാൽ 1 അല്ല 100 സിഗ്നൽ ഇരുന്നാലും ആമൻ അங்கே நிப்பாட்டி அப்புறம் லட்சத்தில் எத்துவதற்கு நோக்கும். நீ லட்சத்திലേക്ക് பயணம் பண்ணும்போது நிறைய தடைகள் வரலாம், போராட்டங்கள் வரலாம், பாதைகளில் கஷ்டங்கள் வரலாம். நோக்கம் நித்திய வீடானா தாண்டி ஓடுவே. அல்லேலூயா. ராம்ஷ பௌடலபல் கமசே. நித்திய வீட்டுக்காய் ஆயத்தம் பண்ணுனை. அதுக்கான அபிஷேகம். ராம்ஷ பௌஷசியான பலபா. சந்தோஷமுள்ளவர் கையை தூக்கி ஹல்லேலூயா. மறந்து போகக்கூடாது. இந்த லட்சியத்தை தயவு செய்து மறந்து போகக்கூடாது பிள்ளைகளை. நானும் உங்களும் எப்பொழுதும் இதை நினைவு கூறணும். கை உயர்த்தி ஹல்லேலூயா. ஸ்தோத்திரம். എറണാകുളം വീട്ടിലേക്ക് പോകുമ്പോ ചില ഇടങ്ങളിൽ ആക്സിഡന്റ് കൂടെ കാണുവതുണ്ട്. സ്തോത്രം. ഞാൻ ഇപ്പൊ പ്രയാണം പണിനാലും ഒരു 2-3 ഇടത്തെങ്കിലും ആക്സിഡന്റ് കാണുവതുണ്ട്. നമുക്ക് മുമ്പേ പയണം ചെയ്ത ചില കാറുകൾ നടുപകുതിയിൽ ആക്സിഡന്റ് ആയി പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞ് തലയും കുത്തി ചില നബറുകൾ ചോര കൂടെ വാർന്ന് വഴിയരികിൽ കിടക്കണതെ കാണുവതുണ്ട്. ചിലരുടെ തലയെല്ലാം വെടിച്ചു പോലും കിടക്കണതെ കണ്ടതുണ്ട്. സ്തോത്രം. ഞാനൊരു കേൾവി കേൾക്കട്ടുമാ? ഇங்கே ഇരുന്ന് എറണാകുളത്തേക്ക് നാം നോക്കത്തോടെ ആമൻ പ്രയാണം ചെയ്യുമ്പോൾ ദൈവപിള്ളകളെ ആമൻ തിരുവനന്തപുരത്ത് ഒരു ആക്സിഡന്റ് കണ്ടു എന്ന് വെച്ചിട്ട് നാം ആരെങ്കിലും തിരുമ്പി വരുമോ? ഹല്ലേലൂയ. 1 അല്ല 9 ആക്സിഡന്റ് വഴിയിൽ കണ്ടാലും നാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജപം പണി നമ്മുടെ നോക്കത്തിൽ എത്തുവதற்கല്ലേ നാം ഉയർച്ച എടുക്കണത്. ஆமென். இந்த ஊழியத்தில் கிருபையில் நீ நிற்கும்போது ஆமென், நேற்றில் கர்த்தரை ஆராதனை செய்த பலரும் பின்வாங்கி போனதை நீ பார்க்கலாம். அல்லேலூயா. ஒரு காலத்து மகிமையோடு ஆராதிச்சவர், மகிமையாய் ஊழியம் செய்தவர் அநேகர் நடுபகுதியில் ஊழிய பாதைகளை விட்டு விலகி ஓடனதை பார்க்கலாம். ஆனாலும் உன் நோட்டம் நித்திய வீடானா எல்லாம் தாண்டி நீ ஓடுவே, நித்திய வீட்டில் எத்துவே. 1000 பேர் பின்வாங்கினாலும் நீ உறுதியாய் ஓடும்.
ഹല്ലേലൂയ. ഓ ശബല കരബലബ ഉദാരബലബ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലതോടിയ കിരീടം പ്രാപിക്കാം. അങ്ങും ഇങ്ങും ഓ ഭംഗമില്ലതോടിയ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നി. ഓ നല്ല പോരാട്ടം പോരാടി ഓട്ടം. കൈ ഉയർത്തി ദൈവനക്ക് മഹിമയെ കൊടുക്കാം. എന്നാ അർത്ഥങ്ങളാ പഴയ ഇങ്ങനെ എന്നാ പരമവിരുദ്ധൻ പന്തയ പൊരുളുക്കായി എന്നൊരു പാട്ട് തമിഴിൽ ഒരുക്കല്ലേ പാസ്റ്റർ? അപ്പടെ ഒരു പരമ അളയിപ്പിൻ ഒരു രണ്ടുപേര് പാടുങ്ങൾ. பொருளுக்காய் நாளைக்கு நோக்கி ஓடுகிறேன், பரமழைப்பில் பந்தய பொருளுக்காய் நாளைக்கு நோக்கி ஓடுகிறேன். ஓடுகிறேன், நான் ஓடுகிறேன், என் இயேசுவுக்காய் நான் ஓடுகிறேன். ஓடுகிறேன், நான் ஓடுகிறேன், என் இயேசுவுக்காய் நான் ஓடுகிறேன். കൈ ഉയർത്തി ഹല്ലേലൂയ. വെളിപ്പെടുത്തുന്ന വിശേഷം 7-ാം അധികാരത്തിലേക്ക് ശീഘ്രമാ വരലാം. ഒരു ചില കാര്യങ്ങൾ ചൊല്ലി മുടിക്കുവதற்கு ആശപ്പെടുகிறேன். 7-ാം அதிகாரம் 9 முதലുള്ള வசனம். அந்த நித்திய வீடு அதை குறித்து இங்கே மிகவும் கிருத்தியமாய் சொல்லப்படுகிறது. சீக்கிரமா படிங்க. മൈക്കിലെ പഠിക്കണം ദയവ്. ഞാൻ നിങ്ങൾ പഠിക്കണത് നിരുത്സാഹപ്പെടുത്തണതല്ല, കൊഞ്ചം എല്ലാവർക്കും കേൾക്കുവതற்கு யாரும் தப்பாய் நினைக்கக்கூடாது. சில அம்மமார் எல்லாம் நல்லா படிச்சது, ஆனாலும் எல்லாரும் கேட்கட்டும் அப்படி நினைச்சதான். ஓகே வாசிங்கள். இவைகளுக்கு பின்பு நான் பார்த்தபோது சகல ஜாதிகளிலும் கோத்திரங்களிலும் ஜனங்களிலும் பாசைக்காரரிலும் இருந்து வந்ததும் ஒருவனும் எண்ணக்கூடாததுமான திரளான கூட்டமாகிய ஜனங்கள் வெள்ளை அங்கிகளை தரித்து தங்கள் கைகளில் குறித்தோலைகளை பிடித்து സിംഹാസനത്തിற்கு മുൻപാகவும் ആട്ടുകുട്ടിയാനവർക്ക് മുൻപാகவும் നിൽക്ക കണ്ടേൻ. ഇതിന്റെ ശേഷം സകല ജാതി ഗോത്രം വംശം ഭാഷ ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ള അങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി. സോ ആ പാടലാണ് ഇന്നേക്ക് ഈ ചെയ്തി എടുപ്പിച്ചത്. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. വെള്ള അങ്കികളെ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി എங்கே നിൽക്കണതേ കണ്ടു? സിംഹാസനത്തിനും ആട്ടിക്കുട്ടിയാണവരുടെ മുമ്പാകെ. അപ്പൊ ദൈവപിള്ളകളെ, സകല ഗോത്രം ഭാഷാ വംശം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ളവരും കേരളത്തിലുള്ളവരുമുണ്ട്, മണിപ്പൂരികളും ബീഹാറുകളും ഒറീസക്കാരുമുണ്ട്. ആമൻ സ്തോത്രം. GCC രാജ്യങ്ങളിലുള്ളവരുണ്ട്. ആമൻ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരുണ്ട്. മലമക്കൾ വരെയുണ്ട്. ഭൂമിയിലെ സകല ഗോത്രം ഭാഷ വംശം ജാതി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം കയ്യിൽ ആമൻ കുരുത്തോല പിടിച്ച് വെള്ള അങ്കി ധരിച്ച് ആട്ടിക്കുട്ടിക്ക് മുമ്പാകെ നിൽക്കുന്നത് യോവാനെ കർത്തർ കാണിച്ചു. കൈ ഉയർത്തി ദൈവനക്ക് മഹിമയെ കൊടുക്കും. സ്തോത്രം. ഞാൻ പറയട്ടെ, ആ കൂട്ടത്തിൽ നാമും ഉണ്ടാകണം. പിന്നെയും പറയട്ടെ, ആ കൂട്ടത്തിൽ നാമും ഉണ്ടാകണം. എൻ്റെ കുഞ്ഞുമക്കളെ, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. ഇല്ല വിട്ടാൽ അഗ്നിയിൽ പോകുന്ന കൂട്ടത്തിൽ നാം കിടക്കും. അங்கே പോകக்கூடாது. അതുക്കായി താൻ സുവിശേഷം. പുരിഞ്ചവர்கள் കൈ ഉയർത്തി ഹല്ലേലൂയ. ആമേൻ. വായിച്ചുകൊള്ളൂ. അവர்கள் മഹാശബ്ദമിട്ട് രക്ഷിപ്പിൻ മഹിമൈ സ്തോത്രം. അവിടെ ആർപ്പിടുക. ഇവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കല്ലേ, കുഞ്ഞുങ്ങൾ പോലെ ഈ പാസ്റ്റർ എന്നെ ചുമ്മാ ഇങ്ങനെ ആരാധിക്കും ബഹളം എന്തിനാ ഇങ്ങനെ പറയുന്നേ എന്നിങ്ങനെ നിങ്ങൾ നനയ്ക്കും. ദൈവപിള്ളകളെ, രക്ഷിപ്പിൻ സന്തോഷം കിടക്കുന്നവന് അടങ്ങിയിരിക്കും മുടിയാതെ അവൻ ആർപ്പിടും.
കൈ ഉയർത്തി ദൈവനക്ക് മഹിമയെ കൊടുക്കാം. സ്തോത്രം. അതാ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വെള്ള അങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച ഈ കൂട്ടം ആര്? ഇവർ രക്ഷിക്കപ്പെട്ടവർ. അവരാര്? രക്ഷിക്കപ്പെട്ടവർ. രക്ഷിക്കപ്പെടുന്നത് ആര്? മാർക്ക് എഴുതിയ സുവിശേഷം 16-ാം അധികാരം 16-ാമത് വചനം ശീഘ്രമാ. മാർക്ക് 16:16. ആ, യാര് രക്ഷിക്കപ്പെടുവാങ്കേ? അപ്പോ വിശ്വാസമുള്ളവനായി ജ്ഞാനസ്നാനം പെറ്റവൻ രക്ഷിക്കപ്പെടും. ആരാവതെങ്കിൽ ജ്ഞാനസ്നാനം എടുക്കാമൽ ഇരുന്നാൽ ദയവ് ചെയ്ത് ഞാൻ ചൊല്ലട്ടുമാ, ആ ശുദ്ധർ കൂട്ടത്തിൽ ചേരണത് രക്ഷിക്കപ്പെട്ടവർക്ക്. നീ അങ്ങേ ചേരണമെങ്കിൽ ജ്ഞാനസ്നാനം എടുക്കണം. വിശ്വാസമുള്ളവനായി ജ്ഞാനസ്നാനം. പിള്ളയെ പിടിച്ചു മുക്കണതല്ല, ആമൻ, അത് തളിക്കണതുമല്ല. ആമൻ, ജ്ഞാനസ്നാനം എന്ന വാക്കിൽ തന്നെ ഉണ്ട് ജ്ഞാനം വന്ന പിൻപ് സ്നാനം. കൈ ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ആമൻ, മുളുകൽ സ്നാനം പെടാത്തവർ ആരാവതിരുന്നാൽ ജ്ഞാനസ്നാനം എടുക്കണം. വിശ്വാസമുള്ളവനായി ജ്ഞാനസ്നാനം പെറ്റവൻ രക്ഷിക്കപ്പെടും. 10ാമത് വകുപ്പ് വരെ പഠിക്കുകയും എക്സാം ചെയ്യുന്നവൻ പാസ്സാകും. 10ാമത് വകുപ്പ് വരെ പഠിച്ചു, എക്സാം എഴുതല്ല, പാസ്സാകുമാ? പാസ്സാകാതെ. അപ്പോൾ അവൻ പഠിക്കുകയും വേണം, എന്നെ ചെയ്യണം, എക്സാം എഴുതുകയും ചെയ്യണം. അതുപോലെ എങ്കിൽ വസനം യേശുവെ വിശ്വസിക്കുക മറ്റുമല്ല ജ്ഞാനസ്നാനം കൂടെ എടുക്കുന്നവൻ രക്ഷിക്കപ്പെടും. കൈ ഉയർത്തി ഹല്ലേലൂയ. ജ്ഞാനസ്നാനം എടുക്കാത്തവർ ഒപ്പ് കൊടുക്കണം. ആമൻ. റോമർക്ക് എഴുതിയ നിരൂപം 10-ാം അധികാരം 9-ാമത് വസനം. യാര് രക്ഷിക്കപ്പെടുവാങ്കിൽ? റോമർ 10:9 പഠികൾ. റോമർ 10:9. കർത്തരാകിയ യേശുവേ உன் வாயினாலே அறிக்கையிட்டு உன் வாயினாலே அறிக்கையிடணும் பிள்ளையே. உன் தாய் உனக்கு பகரம் அறிக்கையிட்டது காரியமில்ல. உனக்கு பதிலாய் உன் தகப்பன் அறிக்கையிட்டது காரியமில்ல. உனக்கு பதிலாய் உன் மனைவி, ஒரு கணவன், ஒரு பிள்ளைகள், அவன் சபையில ஊழியக்காரன் உனக்கு பதிலாய் அறிக்கையிட்டால் நீ போகாது. உன் வாயினாலே அறிக்கையிடணும். புரிஞ்சவர்கள் கையை உயர்த்தி ஹல்லேலூயா. ஸ்தோத்திரம். கர்த்தராகிய இயேசுவே உன் வாயினாலே என்ன செய்ய வேண்டும்? அங்கே போனோங்கி அல்ல, அக்னிக்கானங்க இப்படியே போனா போதும். கை உயர்த்தி ஹல்லேலூயா. ஸ்தோத்திரம். உன் வாயினாலே அறிக்கையிட்டு രക്ഷിക്കപ്പെടുവാൻ നീതി ഉണ്ടാക ഹൃദയത്തിലെ വിശ്വാസിക്കപ്പെടും രക്ഷിപ്പ് ഉണ്ടാക വായിനാലെ അറിക്കപ്പെടും. ആ രക്ഷിക്കപ്പെട്ടവരാ അങ്കേ രക്ഷിപ്പിന് സന്തോഷത്തിനാൽ ആർപ്പെടുന്നത്. കൈ ഉയർത്തി ദേവനുക്ക് മഹിമ. അപ്പൊ വെളിപ്പെടുത്തുന്ന വിശേഷത്തിലേക്ക് തിരുമ്പിയും വരാം. 7-ാം അധികാരം അതിനുടെ 10-ാമത് വചനം. அவர்கள் மகா சப்தமிட்டு ரட்சிப்பின் மகிமை சிங்காசனத்தின் மேல் வீற்றிருக்கிற எங்கள் தேவனுக்கும் ஆட்டுக்குட்டியானவருக்கும் உண்டாவதாக என்று ஆர்ப்பரித்தார்கள். ദൂതர்கள் യാവരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉണ്മയിലെ രക്ഷിക്കപ്പെട്ടവർ ആർപ്പിടും. ഈ എത്ര പറഞ്ഞാലും ചിലതുങ്ങൾ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കുള്ളൂ. അതുങ്ങൾക്ക് രക്ഷിപ്പ് കിട്ടിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം അവർ ഗുണം വരാൻ. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. ഉണ്മയിലെ രക്ഷിക്കപ്പെട്ടവന് വീട് കാറ് ഇതൊന്നും പ്രശ്നമല്ല, അവൻ തുള്ളിച്ചാടും. അവൻ്റെ വിഷയം നിത്യതയാണ്. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. വായിച്ചുള്ളൂ. യേസപ്പാവും പറഞ്ഞു അല്ലേ, നിങ്ങൾ മിണ്ടാതിരുന്ന എന്താ കല്ലുകൾ ആർപ്പ് വിളിക്കും. കീഴെ വായിച്ചുള്ളൂ. സ്തോത്രം. 7-ാമത് വാക്യം. അല്ല, അതിനുടെ 10-ാമത് വചനം മുതൽ ഒരു മുறை കൂടെ. அவர்கள் மகா சத்தமிட்டு ரட்சிப்பின் மகிமை சிங்காசனத்தின் மேல் வீற்றிருக்கிற எங்கள் தேவனுக்கும் ஆட்டுக்குட்டியானவருக்கும் உண்டாவதாக என்று ஆர்ப்பரித்தார்கள். தூதர்கள் யாவரும் சிங்காசனத்தையும் மூப்பர்களையும் 4 ஜீவன்களையும் சூழ நின்று சிங்காசனத்திற்கு முன்பாக முகங்குப்புற விழுந்து தேவனை தொழுது கொண்டு ஆமென் எங்கள் தேவனுக்கு துதியும் மகிமையும் ஞானமும் ஸ்தோத்திரமும் கனமும் வல்லமையும் பெலனும் சதா காலங்களும் ഉണ്ടാവതാകെ. അതുകൊണ്ട് അരുമയാണ് ഊഴിയക്കാരൻ പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കാൻ വന്നത് ആമൻ പാസ്റ്ററെയല്ല, ഫുൾ ഗോസ്പൽ ചർച്ചിനെയല്ല, ആരാധിക്കാൻ വന്നത് ദൈവത്തെയാ. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതുകൊണ്ട് വന്നാൽ മഹിമയെല്ലാം കർത്തർക്ക് കൊടുക്കണം. സ്തോത്രം. നാളെ നമ്മൾ ഭൂമിയിൽ ഇരിക്കുക എന്ന് ആർക്കും தெரியாது. അതിനാൽ ആമൻ ഇരിക്കും കാലം നല്ല മഹിമയോടെ ആരാധിക്കണം. അല്ല ഉത്സാഹമാ. ഹല്ലേലൂയ. ഓക്കെ, കീഴവാസികൾ 13-ാമത് വചനം. அப்பொழுது மூப்பர்களில் ஒருவன் என்னை நோக்கி வெள்ளை அங்கிகளை தரிச்சிருக்கிற இவர்கள் யார், എங்கே ഇരുന്ന് വന്നവர்கள் എന്ന് ചോദിച്ചു. അപ്പൊ സത്യം പറഞ്ഞ ഈ യോവാനെ ഇതെല്ലാം കാണിച്ചു കൊടുത്തു.
ഇങ്ങനെ കോടിക്കണക്കിന് മക്കൾ വെള്ള അങ്കികളെ പൊട്ട് കുരുത്തോല പിടിച്ച് സിംഹാസനത്തിന് മുമ്പിൽ രക്ഷിപ്പിൻ സന്തോഷത്താൽ ആർക്കുന്നു, പാടുന്നു, കർത്തരെ തുതിക്കുന്നു. ഇതെല്ലാം കണ്ട് മലയാളത്തിൽ നാടൻ ഭാഷ പറഞ്ഞ യോഹന്നാൻ അന്തം വിട്ട് നിൽക്കുക. ഈ സന്തോഷവും ഈ ജനത്തിന്റെ ആരവും ആ ദേവപ്രസന്നമൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുമ്പം ആശാരിപദേശിയുടെ പാട്ട് പറഞ്ഞ അകവാള് വെട്ടി നിൽക്കുക. സ്തോത്രം. അങ്ങനെ നിൽക്കുമ്പം ആമൻ മൂപ്പൻ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുക, യോവാനെ, ഈ ജനം ആരാ, എവിടുന്ന് വന്നവരാന്നറിയോ? അപ്പൊ യോവാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല കർത്താവേ എന്ന് പറഞ്ഞപ്പോ പറയുക, കീഴവാസികൾ സ്തോത്രം, அதுக்கு நான் ஆண்டவனே அது உமக்கே தெரியும், എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കീഴവാസികൾ அப்பொழுது அவர் இவர்கள் மிகுந்த நல்லா கவனிச்சு பாருங்கள், அங்கே கர்த்தருடைய சமூகத்தில் சந்தோஷமா ஆராதனை செய்யும் கோடிக்கணக்கான மக்கள் யாரு, எங்கே இருந்து வந்தவர் என்று கேட்டபோது ஆமன் மூப்பன் சொல்லின மறுபடி, ഇവர்கள் ഭൂമിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു വന്നവരെന്നല്ല, ഫിലിം സ്റ്റാറുകളായി വന്നവരെന്നല്ല, അരസാംഗ തലവരായി വന്നവരെന്നല്ല, മികുന്ന ഉപദ്രവത്തിൽ ഇരുന്ന് വന്നവർകൾ. ഹല്ലേലൂയ. കൈ ഉയർത്തി ദൈവനക്ക് മഹിമയെ കൊടുക്കാം. ഇവർ ഭൂമിയിൽ എங்கே ഇരുന്ന് വന്നവർകൾ? മികുന്ന ഉപദ്രവം. ആമൻ. നീങ്ക കേൾവി കേൾക്കില്ലേ? അപ്പോ അപ്പുറത്തെ വീട്ടിലെ ഗോപാല്, ഇപ്പുറത്തെ വീട്ടിലെ അന്നമ്മ, അപ്പുറത്തെ വീട്ടിലെ തങ്കമ്മ, ഇപ്പുറത്തെ വീട്ടിലെ ജോർജ് തട്ടിക്കുന്നു, വെട്ടിക്കുന്നു, മുടിക്കുന്നു, മോട്ടിക്കുന്നു, ഇവനൊക്കെ തോന്നിയപടെ വാഴുന്നു, എല്ലാ തൊന്തരവുകളും ചെയ്യുന്നു. ആനാ എന്താ കഷ്ടമില്ല, വെച്ചടി വെച്ചടി ആശീർവാദം ആരാധിച്ച് ജപിച്ച് ജ്ഞാനസ്നാനമെടുത്ത് ആവിയോട് തുതിക്കണ എനിക്ക് എന്നും കട്ടം. ഇന്ന് കാലയും കൂടെ ചോദിച്ചു വന്നവരുണ്ടാവും നിന്നെ അങ്ങേ ഇരുത്താൻ. കൈ ഉയർത്തി ഹല്ലേലൂയ. അതുക്കുള്ള ബദൽ താൻ. കീഴവാസ്യങ്ങൾ ഒന്നുകൂടെ ശബ്ദമുയർത്തി. ഇവர்கள் തങ്ങൾ അങ്കികളെ, അതിക്ക് മുമ്പ് ഇവர்கள் മികുന്ന ഉപദ്രവത്തിൽ ഇരുന്ന് വന്നവർകൾ. അതുകൊണ്ട് ഇங்கே கொஞ்சம் ഉപദ്രവപ്പെട്ടാലും അങ്ങേ പോന അതാ ഭാഗ്യം. ഇங்கே മുഴു ഉലകവും നേടിയിട്ട് തീ പോന എന്ന വിശേഷം. കൈ ഉയർത്തി ദൈവത്തിന് മകുതം. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെ ഇവിടെ പിടിച്ചിരുത്തി ഇങ്ങനെ ആരാധിപ്പിക്കുന്നത് ആ വീട്ടിൽ ചെല്ലാൻ വേണ്ടിയാ. സ്തോത്രം. ഇത് മറന്നു പോകക്കൂടാതെ കർത്തർ ശീഘ്രമാ വരും. നம்பிக்கைയുള്ളവർ കൈ ഉയർത്തികൾ ശീഘ്രമാ പഠിയുங்கள். സ്തോത്രം. ഇവர்கள் തങ്ങൾ അങ്കികളെ ആട്ടുകുട്ടിയാനവരുടെ രക്തത്താലെ തോയ്ത്ത് വെളുത്തവர்கள். അപ്പൊ ഈ ഭൂമിയിൽ ഉപദ്രവപ്പെടുന്ന അത്തனை പേരും പരലോകത്തേക്ക് പോക മാട്ടേ. ഉപദ്രവത്തിൻ മധ്യത്തിൽ കുഞ്ഞാടിൻ രക്തത്തിനാൽ അങ്കി അലക്കണം എന്ന് വെച്ചാ എവളോ പാടുകൾ ഇരുന്നാലും അതിന് നടുവിൽ നീ യേശുവെ ഏറ്റുകൊള്ളണം. അപ്പടിപ്പെട്ടവർകളാ അங்கே പോകുക. അതുകൊണ്ട് നമ്മുടെ പാടുകളൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ ആരാധിക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ പിശാച് പറയും, നിനക്ക് നല്ല വീടില്ലടാ, നിനക്ക് നല്ല കാറില്ലടാ, നിനക്ക് വ്യാധി ഇരിക്കില്ലേ, എതുക്ക് നീ പോടാ ചാത്താനെ എന്ന് ചൊല്ലിച്ച നീ കർത്തരെ തുതിക്കണം, എനക്ക് അവിടെ എല്ലാം ഉണ്ടടാ എന്ന് ചൊല്ലി നീ ആരാധിക്ക്. അപ്പൊ ഇരുട്ടിന്റെ കോട്ടയടിയും. കൈ ഉയർത്തി ദൈവത്തിന്. അതുകൊണ്ടാ ശിരച്ചാലയിൽ കിടന്ന് കർത്തരെ അവർ തുതിച്ചത്. യാര്? പൗലും ശീലാസും. ഹല്ലേലൂയ. അല്ലാണ്ട് അവർക്ക് എന്നാ കിട്ടിയിട്ട് അവരങ്ങേ കിടന്ന് കർത്താവിനെ ആരാധിച്ച് അവർക്ക് നോക്കാനാണെങ്കിൽ അവരെ അടിച്ച് ദേഹം മുഴുവൻ കായങ്ങൾ, സ്തോത്രം, ശരീരം മുഴുവൻ ചങ്ങല, മുന്നോട്ട് പോകുവതற்കൊരു വഴിയില്ല. ആമൻ ശിരച്ചാലയിൽ ഇട്ടിരിക്കുന്നു. സ്തോത്രം. അവിടെ മുഴുവൻ ഇരുട്ട്. ആമൻ. അവർ എന്ത തപ്പും ചെയ്യല്ല, തവരും ചെയ്യല്ല. ആനാലും അവർകളെ പബ്ലിക്കായി ക്രിമിനൽസ് എന്ന് ചൊല്ലി ശിരച്ചാലയിൽ ഇട്ടിരിക്കുമ്പോൾ അവർ എന്നെ കണ്ട് ആരാധിച്ചത് ചങ്ങലയെ പാത്തിട്ടോ കായങ്ങളെ പാത്തിട്ടോ അവർക്ക് എന്താ വെളിപ്പെടുത്തലിരുന്നത്? ആമേൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. പൗൽ ചൊല്ലിയത് അങ്ങനെയാ. ചാവ് എനിക്ക് ആദായം, ആമേൻ. വാഴണത് ക്രിസ്തുവുക്കായി. കൈ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. இந்த നம்பிക്കയെ കിടച്ച തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തും. അഭിഷേകം നിന്നിൽ ഫ്ലോ ചെയ്യും. ഇങ്ങനെ ആരാധിക്കുന്നവർക്ക് എന്നെ വിശേഷം? കീഴവാസികൾ ആനപടിയാൽ ദേവനുടെ സിംഹാസനത്തിക്ക് മുൻപാകെ ഇരുന്ന് ഇരവും പകലും ഞാൻ സത്യമായിട്ടും എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ദൈവമേ, ഇരവും പകലും അങ്ങയുടെ സമൂഹത്തിൽ ആരാധന മാത്രമാണ്, അപ്പൊ ബോറടിക്കില്ലേ? 2 മണിക്കൂർ തന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നത് വലിയ വെപ്രാളം പിടിച്ച പിന്നെ എങ്ങനെ അവിടെ ഇരവും പകലും ഇരിക്കും? ഞാൻ എന്നോട് ഒരു 19 വയസ്സുള്ളപ്പോഴാണ് നനയ്ക്കണത്. അന്ത ടൈമിൽ ഇന്ന് വിഷൻ എനിക്ക് തന്നു. അതുകൊണ്ടായി 38-ാം വയസ്സ് വരേക്ക് നിൽക്കാൻ കൃപയുണ്ടായത്. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവപിള്ളകളെ, അന്നേക്ക് ഞാൻ ചോദിച്ചു, അപ്പച്ചാ ഇരവും പകലും അങ്ങേ ആരാധന മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടി അവിടെ ഇല്ലേ? സ്തോത്രം. അങ്ങനെ ഇരവും പകലും ആരാധിച്ച ബോറടിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു മറുപടിയാ. കർത്തർ എന്നോടൊരു ചോദ്യം ചോദിച്ചു, പിള്ളേ നിനക്ക് എത്ര വയസ്സായടാ? ഞാൻ പറഞ്ഞു, ഇത്രയും വയസ്സായി. ഓക്കെ, നീ എപ്പോഴെങ്കിലും മൂച്ചു വിടുവതற்கு മറന്നുപോയോ?
എന്നൊരു കേൾവി കേട്ടു ദേവൻ തിരിച്ച്. നീ എപ്പോഴാകിലും മൂച്ചു വിടുവതற்கு മറന്നുപോയോന്ന്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മറന്നു പോകല. അപ്പടി മറന്നു പോയ പിന്നെ ഞാനേ ഇല്ല. നീങ്ക ആരാമത് മൂച്ചു വിടുവതற்கு മറന്നെങ്കിൽ വന്നോ? ഇല്ല. തൂങ്ങുമ്പോഴും മൂച്ചു വിട്ടിട്ട് താൻ ഇരിക്കുക. ഇല്ലേ, ചിലർ കൊരട്ടയും കൂടെ വിടും, പറന്നും പറഞ്ഞ്. സ്തോത്രം. അപ്പൊ മൂച്ചു വിടുവതற்கு യാരും മറക്കല. സ്തോത്രം. കർത്തർ എന്നിടത്തിൽ ചൊല്ലിയത്, ഒരു മനുഷ്യൻ പിറന്ന് അവനോട് കടൈസി മൂച്ചൊഴിയുന്നത് വരെ അവൻ മൂച്ചു വിടുന്നതേ മറക്കല്ല. അവൻ പരലോകത്തിലെ മൂച്ചുതാൻ ആരാധന. ഹല്ലേലൂയ. അത് യാർക്കും ബോറല്ല. അതുകൊണ്ട് ദൈവപിള്ളകളെ, ഇங்கே ആരാധിക്കുന്നവർക്ക് മടിയുള്ള ഒന്നും അവിടെ പോകുന്ന എനിക്ക് തോന്നണില്ല. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരു കമ്പനി അവൻ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ, സ്തോത്രം, 100 പേര് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒന്നിനും കൊള്ളില്ലാത്ത 5 എണ്ണത്തിനെയാണോ സെലക്ട് ചെയ്യുന്നത്? ഏറ്റവും ബെസ്റ്റ് ആയതിനെയാണോ സെലക്ട് ചെയ്യുന്നത്? ചൊല്ലുങ്ക. അപ്പടിയാണ് ആമേൻ. പരലോകത്തിൽ നാം ഏറണമെങ്കിൽ ഇവിടെ ഇങ്ങനെ 2 തോണി കാല് വെച്ച് ആരാധിക്കണോ വേണ്ടയോ? ആരാധനയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ കൊട്ടായി വിട്ട് ആമേൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എങ്ങനെ അവിടെ പോവാനാ? ഏറ്റവും ആവിയിൽ നിറയുന്നത് അവിടെ ചെല്ലും. മനസ്സിലാക്കുന്നവർ ഇരു കരവും അടിച്ചു. അതുകൊണ്ട് അഭിഷേകം നിറവിൽ നീ ആവിയിൽ നിറഞ്ഞ് പരലോകത്തേക്കായി ആയത്തം പണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മടിയൊക്കെ വിട്. മുഴു ഉള്ളത്തോടെ ഒപ്പുകൊട്, മുഴു ബലത്തോടെ ഒപ്പുകൊട്. രാംശവേദ പ്രമാണ ബലവ. ഹല്ലേലൂയ. സ്തോത്രം. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാൻ ഈ ആരോടും വൈരാഗ്യം ഇരുന്നിട്ടല്ല ഇപ്പടി പേസുகிறது. എല്ലാവരും അങ്ങേ ചെല്ലണം. ചെയ്തു കൊടുത്ത ഞാനും അങ്ങേ പോണം. കേൾക്കണം നിങ്ങളും. കടൈസിയായി ശീക്രമാ വാസിച്ചു മുടിയുങ്ക. സിംഹാസനത്തിന്മേൽ വീറ്റിരിക്കുന്നവர்கள் ഇവർക്കുള്ളേ വാസമായിരിക്കും. അവർക്കിനി എന്നെ അടയില്ല, പസി അടയത്തില്ല. മലക്കറി കായ്കറി അരിഞ്ഞൊന്നും ഇനി നിങ്ങൾ കഷ്ടപ്പെടണ്ട. അവൻ സ്തോത്രം. അവിടെ പസിയേ ഇല്ല. കീഴവാസികൾ അവിടെ ദാഹവും അടയത്തില്ല. ഞാൻ ഇതിന്റെ ഇടയിൽ ഇപ്പോൾ 1 ഫ്ലാസ്ക് വെള്ളം തീർത്തു. പാവം പാസ് ഇനിയും 1 ഫ്ലാസ്ക് ഇപ്പം വിട്ട് കൊണ്ടുവന്നു. അവിടെ ചെന്ന ദാഹവും ഇല്ല. സ്തോത്രം. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. പസി അടയുകയില്ല, ദാഹമടയില്ല. ഏനെന്നാൽ അങ്ങേ ചെല്ലുമ്പോൾ ജീവന്റെ അപ്പം തിന്നാൻ തരും, പിന്നെ പസിയില്ല. ജീവ തണ്ണീരിൽ നിന്ന് കുടിക്കാൻ തരും, പിന്നെ ദാഹവും ഇല്ല. കീഴവാസികൾ വെയിലാവത് ഉഷ്ണമാകത്. ഇത്രയും ഫാൻ ഇവിടെ റൺ ചെയ്യുക, എന്നിട്ടും ഇതിനകത്ത് ചൂടുണ്ട്. സ്തോത്രം. ഈയിടെ ഏപ്രിൽ മെയ് മാസം ഭയങ്കര ചൂടായപ്പോ ഒരു പാസ്റ്റർ പറഞ്ഞത്, നിവൃത്തികേടും കൊണ്ട് 4 AC മേടിച്ചു വെച്ചു പാസ്റ്ററേ. 2 മാസം നല്ല തണുത്തു. മെയ് മാസം ഒടുക്കം കറണ്ട് ബില്ല് വന്നപ്പോൾ ഞാൻ വേർത്തു. ആ പാസ്റ്റർ പറയുക, 17,000 രൂപ ബില്ല് എവിടെ നടക്കാനാ? കൈ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടു. അപ്പോ ഇங்கே ചൂടിനെല്ലാം നമ്മൾ കാശ് കൊടുക്കണം. സ്തോത്രം. അവിടെ അത് ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക. അവിടെ ചെന്നില്ലെങ്കിൽ അപ്പുറത്തുണ്ട് തീ ചൂള. സ്തോത്രം. വാ തുറക്കുമ്പോഴേ ഇഡലി, നമ്മുടെ ഇടിയപ്പം പോലെ പുഴു. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഇനി വെപ്രാളം പിടിപ്പിക്കുന്നില്ല നിങ്ങളെ. കീഴെ വായിച്ചോ. ഹല്ലേലൂയ. സ്തോത്രം. സിംഹാസനത്തിൽ മധ്യയുള്ള കുഞ്ഞാട് ഇവർകളെ മേയിച്ച് ജീവത്തണ്ണീരുള്ള ഊറ്റുകളിലേക്ക് നടത്തും. ദേവൻ താമേ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ യാവയും തുടൈപ്പാർകൾ. കൈ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് നമ്പിക്കയുണ്ട് അന്ത വീട്ടിലെത്തണം? ഞാൻ എന്തായാലും ഒരു 4 മിനിറ്റ്, ഒരു 2 മിനിറ്റും കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. സ്തോത്രം. ദൈവമക്കളെ, ആമേൻ. ഇപ്പം നമ്മുടെ ഒരു ജനറൽ കൺവെൻഷൻ, ഇപ്പോൾ ഫുൾ ഗോസ്പലിൻ്റെ തന്നെ ഒരു ജനറൽ കൺവെൻഷൻ നാഗർകോവിൽ വെച്ച് നടക്കുന്നെന്ന് നനയ്ക്കുക. സ്തോത്രം. അപ്പം നമ്മൾ ഇங்கே ഇരുന്ന് കുറേ പേര് ബസ് ഏറി, ഒരു 100 പേര് ബസ്സിൽ. സ്തോത്രം. നമ്മൾ എന്താ പറയുക, നാഗർകോവിലെ കൺവെൻഷൻ അങ്ങ് പോയി. അവിടെ 9 മണിക്ക് കൺവെൻഷൻ കൂട്ടം മുടിഞ്ഞത്. സ്തോത്രം. നമ്മൾ 9:30 വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നു. 9:45 അങ്ങേ ഇരുന്ന് കടൈസി ബസ് നമ്മുടെ കൊലശേഖരം അരസുമൂടിനുണ്ട്. സ്തോത്രം. അതിനെ നനയ്ക്കുക. നമ്മൾ ബസ്സിൽ കയറിയാ പോയത്. അപ്പം നമ്മൾ 9:30 ആയപ്പോഴേക്കും വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ വരുന്നു. നമ്മുടെ നോക്കം കടൈസി ബസ് 9:45 ബസ് പിടിച്ച് വീട്ടിലെത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 9:40 ആയപ്പോൾ ബസ് വന്നു. ബസ് വന്നപ്പോൾ കണ്ട കാഴ്ച, ബസ്സിൽ ഭയങ്കര തിരക്കാ. സ്തോത്രം. ഇരിക്കാനൊന്നും സീറ്റില്ല. അവിടെ നിന്നും കുറേ പേര് ബസ്സിൽ കയറാനും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദൈവമക്കളെ, നമുക്കൊരു കാര്യം അറിയാം. ഈ ബസ് ആമൻ കയറിയില്ല എങ്കിൽ നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇടിച്ച് തള്ളി കുത്തി അതിൻ്റെ അകത്ത് അങ്ങ് കയറും. ചിലർ പറയും ഇടവില്ല, അങ്ങോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞോണ്ട് തള്ളി ഉന്തി അതിൻ്റെ അകത്ത് കയറും. സ്തോത്രം. ചിലതിങ്ങനെ ഡോറിലൊക്കെ തൂങ്ങി നിൽക്കും. കുറേ എണ്ണമല്ല അതിൻ്റെ അകത്ത് തള്ളിപ്പിടിച്ച് കയറിയപ്പോൾ ഒരു 10 പേര് ചിന്തിക്കുക, അയ്യോ എന്നാ ഇടിയും കുത്തുക, ഇതിൻ്റെ അകത്തങ്ങ് പോണ്ടാടേ. അവർ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബസ് കിടക്കുക. അത് തിരുനെൽവേലി ബോർഡ് വെച്ച ബസ്സാ. പുള്ളി പറഞ്ഞു, ഇതും ബസ് അതും ബസ്.
ഇതിനും ടയറുണ്ട്, അതിനും ടയറുണ്ട്, ഇതിലും കണ്ടക്ടറുണ്ട്, അതിലും കണ്ടക്ടറുണ്ട്, ഇതും ഓടും അതും ഓടും, ഇതിനും ടിക്കറ്റ് വേണം. എന്നാൽ പിന്നെ എന്തിനാ ഇടിയുണ്ട് ഇതിൽ കയറുന്നത്? ഒരു 10 ലക്ഷം തെറ്റി തിരുനെൽവേലിക്ക് കയറി. അവർ സുഖമായി ഇരിക്കുക, അതിലൊരു മനുഷ്യനും ഇല്ല. സ്തോത്രം. മറ്റവരിങ്ങനെ ഇടിഞ്ഞ് ഞെങ്ങിയായി, ഈ മറ്റേ അരശുമൂടിലേക്കുള്ള ബസ്സിലുള്ളവർ ഇടിഞ്ഞ് ഞെങ്ങി അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. 9:45 2 ബസ്സും സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് അരശുമൂടിനും, രണ്ടാമത്തേത് തിരുനെൽവേലിക്കും. സ്തോത്രം. തിരുനെൽവേലി ബസ്സിൽ കയറിയവര് സുഖമായി, സ്തോത്രം, അതിൻ്റെ അകത്ത് ഇരിക്കുക. ഇച്ചിരി നേരം കഴിഞ്ഞപ്പം അതുങ്ങളങ്ങ് ഉറങ്ങിയും പോയി. നല്ല കാറ്റ്, നല്ല ഹൈവേ. സ്തോത്രം. തിരുനെൽവേലിക്ക് നല്ല ഹൈവേ ആണല്ലോ, അതിൻ്റെ അകത്ത് അങ്ങ് ഉറങ്ങിയും പോയി അതുങ്ങൾ. അരസമൂട് ബസ്സിൽ കയറിയവർക്ക് ഉറങ്ങാൻ പോയിട്ട് മൂച്ച് വിടാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ ഓരോ നിങ്ങൾ കാലയിൽ കയറി ചവിട്ടും, അങ്ങോട്ട് നീങ്ങി നിൽക്കെന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് കണ്ടക്ടർ ടിക്കറ്റ് എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ മുഴഞ്ഞു വരും. സ്തോത്രം. ഇടിയും കൊത്തും കൊണ്ട് ഈ അരശുമൂട് ബസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഉള്ളം ചൊല്ലും, എപ്പടിയാകിലും 1 മണി നേരം ഇത് സഹിക്കുമാനാ, വീട്ടിലെത്തലാം, സുഖമായി തൂങ്ങലാം. കൈ ഉയർത്തി ദേവനക്ക് മഹിമയെ കൊടുക്കലാം. തിരുനെൽവേലിക്ക് ബസ്സിക്ക് പോണവര് ഇപ്പൊ തൂങ്ങിയിട്ട് താൻ പോകണത് ആണാ, അന്ത ബസ് വീട്ടിക്ക് പോണ ബസ് അല്ല. ഓരോ മിനിറ്റ് കഴിയും തോറും എത്ത വേണ്ടിയ വീട്ടിൽ നിന്ന് ദൂരേക്ക് താൻ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചൊല്ലട്ടുമാ, പരലോകത്തേക്കുള്ള ഒരേ ഒരു ബസ് യേശു മട്ടു. കൊഞ്ചം ഞെരിക്കടിയാണാലും ഭാരമാണാലും അതിലിരി, വീട്ടിൽ ചെല്ലാം, അവൻ വിശ്രമിക്കാം. പുരിന്തവர்கள் നല്ല കൈയെ അടിച്ച് ആവി നിറവോടെ கொஞ்ச நேரம் அப்படியே ஆராதிக்கலாம். கொஞ்ச நேரம் ஆவி அபிஷேகத்தோட